യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു പകൽക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത് ഉദ്ദേശം നമ്മുടെ പ്രവൃത്തിയുടെ മൂല്യം നിശ്ചയിക്കുന്നു എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 43-44 വേദഭാഗങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. കേട്ടതായ വേദഭാഗം ഏവർക്കും സുപരിതമാണ്. വിധവയായ സ്ത്രീ അവർ ഇട്ടതായ ആ കാണിക്ക അല്ലെങ്കിൽ ആ ദൈവസന്നിധിയിൽ അർപ്പിച്ചതായ സ്തോത്ര കാഴ്ചയെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിച്ചത്. നമുക്ക് ഏവർക്കും സുപരിതമാണ് ഇതിൻ്റെ സന്ദർഭങ്ങളൊക്കെയും. എങ്കിലും അവിടെ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അന്ന് ആലയത്തിൽ ഇരിക്കുമ്പോൾ ആ ഭണ്ഡാരത്തിനരികിൽ നിൽക്കുമ്പോൾ കണ്ടതായൊരു കാഴ്ച ഇപ്രകാരമാണ്. അന്ന് ആലയത്തിൽ അനേക ധനികന്മാരുണ്ടായിരുന്ന ഒരു സന്ദർഭമാണ്. അല്ലെങ്കിൽ ആലയത്തിൽ അനേക ധനികന്മാരും ശാസ്ത്രിമാരൊക്കെ ഉണ്ട്. അവരെല്ലാം അധികമായി ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ മത്സരിച്ച വ്യക്തികളും കൂടിയാണ്, അല്ലെങ്കിൽ മത്സരാദികളും കൂടിയായിരുന്നു. അത് ഒരു ആത്മീയ ഗോളത്തിൽ മാത്രമല്ല അവർ ചിന്തിക്കുന്നത്, അവരുടെ ഉള്ളത് കൂടി കൂടുതൽ കൊടുത്ത് അവർക്കൊന്ന് ആള് ചമയാൻ കൂടി എന്നുള്ള കാര്യം കൂടി നമുക്ക് അവിടെ ചിന്തിക്കുവാൻ കഴിയും. അപ്രകാരം തന്നെ അന്നും അവിടെ അനേക ധനവാന്മാരുണ്ടായിരുന്നു. അനേകം പേര് ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ കൊണ്ട് കാണിക്കകൾ അർപ്പിച്ചപ്പോൾ ആ അർപ്പിക്കുന്നതായ ശബ്ദവും ഒരുപക്ഷെ ദൈവം കേട്ട് കാണും. എൻ്റെ ഒരു ചിന്തയാണ്. അനേക വെള്ളി നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളൊക്കെയും കിഴികെട്ടിയൊക്കെ ആയിരിക്കും കൊണ്ടിട്ടുന്നത്. അതിൻ്റെ വലിയ ശബ്ദങ്ങൾ അവിടെ അന്ന് ആലയത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ചെറിയ ശബ്ദം കർത്താവായ യേശുക്രിസ്തു ശ്രദ്ധിക്കുകയായിരിക്കും. ആ ശബ്ദം ഈ വിധവയായ ഈ ദരിദ്രയായ സ്ത്രീ അവരർപ്പിച്ചതായ 2 കാശാണ്. നോക്കണേ, അവരൊരു പക്ഷേ അത് കൊടുക്കുവാൻ മടിച്ചിരിക്കും. എങ്ങനെ ഇതിനിടയിൽ എൻ്റെ 2 കാശ് കൊടുക്കും, അല്ലെങ്കിൽ ആരും അറിയാതെ അത് കൊണ്ട് അവിടെ അർപ്പിക്കാനായിരിക്കും ശ്രമിച്ചത്. അങ്ങനെ തന്നെയായിരിക്കും അവിടെ ഇട്ടതും. പക്ഷേ അത് ആരറിഞ്ഞു? കർത്താവായ യേശുക്രിസ്തു അറിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വായിച്ചതായ വാക്യങ്ങൾ ഇങ്ങനെയാണ്. വിധവ അവർ എല്ലാവരെക്കാളും അധികം ഇട്ടു എന്ന് പറയുന്നു. നോക്കണേ, എല്ലാവരെക്കാളും അധികം ഇട്ടു എന്ന് പറഞ്ഞു. അത് എന്തിനങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നേരത്തെ ഇട്ട ആ ധനവാന്മാർ അവരുടെ സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു 10-1 ദശാംശമായിരിക്കും ഇട്ടത്. അവരുടെ സമ്പാദ്യത്തിൻ്റെ 10-1 മാത്രമേ ഇട്ടുള്ളൂ, ബാക്കി അവരുടെ കയ്യിലാണ്. എന്നാൽ ഈ വിധവയോ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഈ 2 കാശാണ്. അതെന്ത് ചെയ്യുന്നു? മുഴുവനും തൻ്റെ ഭണ്ഡാരത്തിൽ, ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ ഇട്ടു. കാരണം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരിൽ ആകെ ഉണ്ടായിരുന്ന 2 കാശ് അവരിട്ട്. ഇനി അവരുടെ കയ്യിൽ കാശില്ല. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്നെ ഇനിയും നടത്തുവാൻ എൻ്റെ ദൈവം ഉണ്ട് എന്ന ഒരു പൂർണ്ണ വിശ്വാസം ആ വിധവയായ സ്ത്രീക്കുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളും പലപ്പോഴുമൊക്കെയും ഈ വിധവയായ സ്ത്രീയുടെ വഴിയെ സഞ്ചരിച്ചിട്ടുള്ളവരായിരിക്കും. അനേക ദാരിദ്ര്യങ്ങൾ നമ്മെ മുറുകെ പിടിച്ച അവസരങ്ങളുണ്ട്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാനോ നമുക്ക് യാത്ര ചെയ്യുവാൻ കാശില്ലാതെയൊക്കെയും വളരെയേറെ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ആലയത്തിൽ പോകണം, ദൈവസന്നിധിയിൽ സ്തോത്ര കാഴ്ച വയ്ക്കണം. ഇതെങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരിക്കും. എങ്കിലും ആ ചിന്തകളൊക്കെ മാറ്റി നമ്മൾ പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിച്ചാൽ അതിന് പ്രതിഫലം തീർച്ചയായും ഉണ്ടാകും.
നമ്മൾ അറിയാം, കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്ന. നമ്മളിൽ ഉള്ളത് എത്രയായിരുന്നാലും അത് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. വിധവയായ സ്ത്രീ 2 കാശ് ഇട്ടത് ഇന്ന് നമ്മൾ സംസാരിക്കണമെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം ദൈവസന്നിധിയിൽ ഓർക്കപ്പെട്ടതാണെന്ന് നോക്കണം. അപ്പോൾ അപ്രകാരം നമ്മളും ദൈവസന്നിധിയിൽ ദൈവത്തിന് നല്ല ചെയ്ത് മുന്നോട്ട് പോകാൻ ആകണം. നമ്മൾ വലിയ സമ്പാദ്യമല്ല ദൈവം നോക്കുന്നത്, നമ്മൾ ദരിദ്രയായ നമ്മുടെ ജീവിത മാർഗമാണ് ദൈവം നോക്കുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം, സ്വർഗരാജ്യം അപ്രകാരമുള്ളവർക്കാണെന്ന് പറയുന്നു. നമ്മളിൽ ഉള്ളതിലെല്ലാം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കും ദൈവ വേലയ്ക്കും എല്ലാം കൊടുക്കുവാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? തയ്യാറുള്ളവരായിരിക്കണം. നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. തീർച്ചയായും ആ സ്വർഗരാജ്യത്തിന് അവകാശികളാകാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളിൽ സൃഷ്ടാവും അടിയങ്ങൾ പരിപാലകനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഇന്ന് കേട്ടതായ വചനം പോലെ കർത്താവേ, വിധവയായ ആ സ്ത്രീ, കർത്താവെ, ഏതൊരു ആശ്രയമില്ലാതെ ജീവിച്ച സ്ത്രീ അവരുടെ സമ്പാദ്യം മുഴുവനും ആ 2 കാശ് ദൈവസന്നിധിയിൽ അർപ്പിച്ചപ്പോൾ സ്വർഗം അത് കേട്ടു അവർക്ക് കൊടുത്ത അനുഗ്രഹത്തെ പറ്റി ഞങ്ങൾ ഇവിടെ കേട്ടല്ലോ കർത്താവെ. ഞങ്ങളും അപ്രകാരമുള്ള അവസ്ഥയിലാണ് കർത്താവെ. ഞങ്ങൾ ദരിദ്രരാണ്. ഞങ്ങൾ ആത്മാവിൽ ദരിദ്രരായി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കാൻ ഞങ്ങളെ ദൈവമേ ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾവിക്കാരായിരിക്കുന്ന പ്രിയ മക്കളെയും കരങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവെ അവരോട് ഇടപെടണമെന്ന് അടിയൽക്കായി ജീവിച്ചു മരിച്ച യേശുവിൽ കൂടി യാചിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.